KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. രണ്ടായിരത്തി 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. എവിടെ ചെന്നാലും ആശാൻ ഇത് തന്നെയാണ് പണി. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ച് കൊല്ലണം. ഒരു കാര്യവുമില്ലതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. വലിയൊരു സപ്പോർട്ടുണ്ട്. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സവാദ് എന്ന് പറയുന്ന ഒരു യുവാവ്, നിരപരാധിയായ ഒരു യുവാവ്, തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒത്തിരി ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അപ്പോ പുരുഷന്മാർ മാത്രമല്ല, വലിയൊരു വിഭാഗം സ്ത്രീകളും നമ്മളെ സവാദിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പുറത്തിറങ്ങിയാൽ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും പെങ്ങളുടെയും മുഖത്തൊക്കെ എങ്ങനെ നോക്കും എന്നൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? ഇറങ്ങുന്നതിന്റെ അന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയാണ് നമ്മൾ. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം കൊടുത്ത്, ഹാരമണിയിച്ച് സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തെ നമ്മൾ കൊണ്ടുവരും. ആണുങ്ങളെ പേര് ചീത്തയാക്കാൻ വേണ്ടി ചില ചെറ്റകൾ ഇറങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങണേ. ഇനി വിടുന്ന ആപ്പിലാവും.